യുവാവിനെ തട്ടിക്കൊണ്ടുപോയി നഗ്നനാക്കി ഫോട്ടോ എടുത്ത് അമ്മയ്ക്ക് അയച്ചു കൊടുത്തു. 8 ലക്ഷം രൂപ ചോദിക്കുകയും ചെയ്തു. കോഴിക്കോടാണ് ഈ സംഭവം ഉണ്ടായത്. കോഴിക്കോട് കഴിഞ്ഞ മാസം അവിടുത്തെ സിവിൽ സ്റ്റേഷൻ്റെ അടുത്ത് താമസിക്കുന്ന 21 വയസ്സുകാരൻ, അയാളുടെ സുഹൃത്ത് ബാംഗ്ലൂരിലുള്ള അയാളുടെ ഫ്ലാറ്റിൽ പോയി. 24/7/2000 യുവാവ് ബാംഗ്ലൂർക്ക് പോയത്. സുഹൃത്തിൻ്റെ ഫ്ലാറ്റിലെത്തിപ്പോയി താമസിച്ചു. 21 വയസ്സേ ഉള്ളൂ പയ്യന്. ആ സമയത്ത് അവിടെ 6 പേര് ആ ഫ്ലാറ്റിലെത്തി ഈ പയ്യനെ അവിടുന്ന് തട്ടിക്കൊണ്ടുപോയി. ആ ബാംഗ്ലൂരിലെ സുഹൃത്തിൻ്റെ പരിചയക്കാരിയായ ഒരു സ്ത്രീയുടെ പേര് പറഞ്ഞിട്ടാണ് ഇവർ തട്ടിക്കൊണ്ടുപോയത്. അവരവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് കാറിൽ കുട്ടിയെ കോഴിക്കോട് കൊണ്ടുവന്നു. അവിടെ പയപ്ര ചായത്താഴത്ത് ഒരു രഹസ്യ സംഘത്തിൽ ഈ പയ്യനെ പാർപ്പിച്ചു. അതിനുശേഷം ബലപ്രയോഗത്തിൽ അവനെ നഗ്നനാക്കി. അവൻ്റെ ഡ്രസ്സുകളെല്ലാം വലിച്ചു മാറ്റാൻ ശ്രമിച്ചപ്പോൾ അവൻ ബലം പ്രയോഗിച്ചു. ബലപ്രയോഗത്തിൽ അവനെ കീഴ്പ്പെടുത്തിയവർ അതിനുശേഷം നഗ്നനാക്കി. അവൻ്റെ ഒരു ഫോട്ടോ എടുത്തു. ആ മൊബൈൽ ഫോണിൽ കൂടെയാണ് ഫോട്ടോ എടുത്തത്. ആ മൊബൈൽ ഫോണിൽ തന്നെ അവൻ്റെ അമ്മയ്ക്ക് 21 വയസ്സുള്ള മകൻ്റെ നഗ്ന ഫോട്ടോ അയച്ചു കൊടുത്തു. മര്യാദയ്ക്ക് ഒരു 8 ലക്ഷം രൂപ ഞങ്ങളുടെ അക്കൗണ്ടിലിട്, ചെറുക്കനെ വിട്ടു തരാം എന്നായി. ഏതായാലും അവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഇവനെ കാറിൽ തട്ടിക്കൊണ്ടുവന്ന് പയപ്രയിലെ കൊണ്ടുവന്ന് ഒരു വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടാണ് ഈ ക്രിയകളൊക്കെ ചെയ്തത്. എന്തായാലും ഇവനെ അവിടെ നിന്ന് അവരെ വെട്ടിച്ച് ചാടി ഓടി രക്ഷപ്പെടാൻ സാധിച്ചു. അയാൾ ചേവായൂർ പോലീസ് സ്റ്റേഷനിലെത്തി. ഈ സംഭവത്തെപ്പറ്റി പരാതി പറഞ്ഞു, കേസ് രജിസ്റ്റർ ചെയ്തു. ചേവായൂർ പോലീസ് ഈ കേസിൻ്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ജീവൻ തിരിച്ചു കിട്ടി. നഗ്നനായ ഫോട്ടോ അമ്മയ്ക്കും അയച്ചു കൊടുത്തു. അവന്മാർ എത്ര പേർക്ക് അയച്ചു കൊടുത്തു എന്ന് നമുക്കറിയില്ല. എന്തായാലും മലയാളികളുടെ ക്രിമിനൽ വാസന എങ്ങനെയാണ്, എത്ര വികൃതമാണ്, എങ്ങനെയാണ് അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇപ്പം നമുക്കിതിൽ നിന്ന് മനസ്സിലാവും. പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ ഏറ്റവും ഇളയ മകനെ തട്ടിക്കൊണ്ട് പോവുക, അതിനുശേഷം അവൻ്റെ നഗ്ന ഫോട്ടോ എടുക്കുക, അത് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം ആവശ്യപ്പെടുക. എത്ര ക്രൂരമായ സ്വഭാവമാണ് ഇവർക്കൊക്കെ. ഇതൊക്കെ ആധുനിക യുഗത്തിൽ ജനിച്ചിൽപ്പെട്ട കുട്ടികൾ തന്നെ ഇവരൊക്കെ. പക്ഷേ ഈ രീതിയിലുള്ള പ്രവർത്തനം ആരും അംഗീകരിക്കത്തില്ല. ഇത് കിഡ്നാപ്പിംഗ് ആണ്, തട്ടിക്കൊണ്ടു പോകലാണ്, ഭീഷണിപ്പെടുത്തി കൊലപ്പെടുത്താനുള്ളൊരു ശ്രമം ഇതിനകത്ത് ഉണ്ടാവും. അവനെ നഗ്നനാക്കുന്ന സമയത്ത് അവൻ എതിർത്തു. പക്ഷേ ആ എതിർപ്പ് 6 പേരും കൂടെ അത് കീഴ്പ്പെടുത്തി. മരണം സംഭവിക്കാൻ സാധ്യതയുള്ള സമയമാണ്, അറ്റംപ്റ്റ് മർഡറാണ് അതൊക്കെ. എന്തായാലും ജീവൻ തിരിച്ചു കിട്ടിയതിൽ സന്തോഷം. ആ പയ്യനെ ഇപ്പോൾ പോലീസിൽ പരാതി കൊടുത്ത് ചില അമ്മയ്ക്ക് വന്ന മെസ്സേജ് ഉൾപ്പെടെയുള്ള ചില ലീഡ് ഇപ്പം ചേവായൂർ പോലീസിന് കിട്ടിയിട്ടുണ്ട്. ആ യുവതിയെയും 3 പേരെയും ഏകദേശം പോലീസിന് മനസ്സിലായി എന്നാണ് കരുതുന്നത്. സൈബർ പോലീസിൻ്റെ സഹകരണം ചേവായൂർ പോലീസ് തേടിയിട്ടുണ്ട്. എന്തായാലും ലീഡിലേക്ക് കാര്യമെത്തി. ആ ലേഡിയെയും അതിൻ്റെ കൂടെയുള്ള 3 പേര്, 6 പുരുഷന്മാരാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമ്മളെന്തായാലും എപ്പോഴും ശ്രദ്ധിക്കണം. കുട്ടികളെ 21 വയസ്സെന്ന് പറഞ്ഞാൽ മെച്യൂരിറ്റി ആയി വരുന്നതേ ഉള്ളൂ. 18 വയസ്സിൽ ഇന്ത്യയിലെ മെച്യൂരിറ്റി ആകുമെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും കുട്ടികളാണ്. 21 വയസ്സ് വരെ ആ ഒരു ഗണത്തിലെ പെൺകുട്ടികളെ ആൺകുട്ടികളെ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുള്ളൂ. ആ പയ്യൻ ഒറ്റയ്ക്ക് പോയി ബാംഗ്ലൂർ, നല്ല കാര്യമായിട്ട് പലരും അപ്രീഷിയേറ്റ് ചെയ്യും. പക്ഷേ അപകടം ഉണ്ട് എല്ലാ സ്ഥലത്തിലും. ഹോമോസെക്ഷൽസ് ധാരാളം പേരുണ്ട്. ഇതുപോലെ ഫ്രോഡ് കാണിക്കുന്നവരുണ്ട്, കിഡ്നാപ്പ് ചെയ്ത് തട്ടിക്കൊണ്ടു പോകുന്നവരുണ്ട്. പല രീതിയിലാണ് ആ അപകടം നമ്മുടെ ചുറ്റിലും ഇരിക്കുന്നത്. സൂക്ഷിക്കണം. ആൺകുട്ടികളായാലും ശരി പെൺകുട്ടികളായാലും ശരി. ഒറ്റയ്ക്ക് പോകുന്നവർ വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. പലരും മടങ്ങി വന്നിട്ടില്ല. അപകടം പലർക്കും പറ്റിയിട്ടുണ്ട്. ആളുടെ ബോഡി പോലും കിട്ടിയിട്ടില്ല. അങ്ങനെ ധാരാളം സംഭവങ്ങൾ കേരളത്തിലുണ്ട്. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ സഞ്ചരിക്കുന്നത്
നിങ്ങളുടെ വീട്ടുകാരൊക്കെ അറിഞ്ഞു വേണം സഞ്ചരിക്കാനായിട്ട്. അതുപോലെ തന്നെ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അപകടം പതുങ്ങിയിരിക്കുന്നുണ്ട്. ഇത് തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ആളിൻ്റെ വീട്ടിൽ നിന്നാണ് തട്ടിക്കൊണ്ടുപോയത്. ആ വീട്ടിലേക്ക് എങ്ങനെ എത്തി എന്നുള്ള കാര്യത്തിൽ അയാളെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. സുഹൃത്തും ഇതിനകത്ത് ഇൻവോൾവ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. സുഹൃത്തിൻ്റെ പരിചയമുള്ള ലേഡിയുടെ പേര് പറഞ്ഞിട്ടാണ് അവർ തട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ അയാളുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. എന്തായാലും ചതി ഏതൊക്കെ രീതിയിലാണ് വരുന്നതെന്ന് ശ്രദ്ധിച്ചു മാതാപിതാക്കളും കുട്ടികളുമൊക്കെ സുരക്ഷിതമായി എല്ലാ കാര്യവും ആലോചിച്ചുറച്ച് വേണം പോകാൻ. ഒറ്റയ്ക്ക് കഴിവും യാത്ര ഒഴിവാക്കുന്നതാണ് ഇപ്പോഴത്തെ കാലത്ത് നല്ലതെന്ന് ഞാൻ കരുതുന്നു. ഏതായാലും അടുത്ത ദിവസം തന്നെ അവരെ അറസ്റ്റ് ചെയ്യും. ആരായിരുന്നു ആ ലേഡി എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഈ ഗ്യാങ് ആരാണെന്ന് അറിയാൻ പറ്റും. അതിനകത്തൊരു സ്ത്രീ ഉണ്ട് ഈ ഗ്യാങ്ങിനകത്ത്. അവരും ഈ തട്ടിപ്പിനകത്തും ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം സംഘടിപ്പിക്കുന്നതിനും അവരും ഒരു പ്രതിയായി ഇതിനകത്ത് വരുന്നു എന്നുള്ളതാണ് ഈ പ്രത്യേകത. ധാരാളം സ്ത്രീകൾ ഇതുപോലെയുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസും ഫ്രോഡും മർഡറും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചകളും കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്.